റോങ് സൈഡ് പോയി കഴിഞ്ഞാല് നമ്മള് പിടിച്ച് അറസ്റ്റ് ചെയ്തൊരു ഫൈൻ എന്തായാലും പോയി ചത്തോ. എടാ വണ്ടിയുടെ ഇത് നോക്കുക, എന്നിട്ട് ഫൈൻ കൊടുക്കുക. ഫൈൻ കൊടുത്തോ. വണ്ടിയുടെ പഠിത്തം നോക്ക്, വണ്ടിയുടെ കോലം കണ്ടോ? ഹലോ സഹോദരൻ, എന്ത് ചെയ്യുന്നു? ഞാനിപ്പോ ഇവിടെ വെറുതെ വെറുതെ ഇരിക്കുന്നത്. വണ്ടിക്ക് എന്ത് പറ്റിയതാ? വണ്ടിക്ക് എന്ത് പറ്റിയതാണോ? വണ്ടി പൊളിഞ്ഞടക്കുന്നത്. ഇത് എന്താ പറ്റിയതാ? എവിടെ പോവാൻ വേണ്ടി ചാവാൻ പോകുന്നൊക്കെ പറയുന്നു. ഇല്ല സാറേ, നമ്മള് ചുമ്മാ അടക്കം വരുന്നത് പറ്റി. എന്തായാലും സാർ നമ്മൾ വണ്ടി സീസ് ചെയ്യണം. ഈ വണ്ടി നമുക്ക് അലോ ചെയ്യാൻ പറ്റത്തില്ല റോഡിൽ, ബിക്കോസ് ഭയങ്കര ഡാമേജിനാണ്. ഇത് കാണുമ്പോഴായിരുന്നു നിങ്ങൾ ഭയങ്കര റാഷ് ഡ്രൈവ് ആണെന്ന്. ഇല്ല ഇപ്പൊ എന്തിനാ സാറേ സാറേ ഒരു ട്രക്ക് ജോബി പോണവര് വന്ന് വണ്ടി അടിച്ചിട്ട് പോയതാ. സാറിനെ പുള്ളോറിയും പറഞ്ഞപ്പോ സാറ് ചെയ്ത് സാറേ ഇനി പുള്ളോറ് നമുക്ക് വന്നില്ല. മേഡം ഞങ്ങള് നിങ്ങളെ അവിടുന്ന് പുറകെ തൊട്ടേ വരുന്നുണ്ട് ഇവിടെ വരെ. സാറേ ഇനി പുള്ളോവർ വന്നാലേ നമുക്ക് ഇതാക്കാൻ പറ്റത്തുള്ളൂ. സാർ ഇപ്പൊ നമുക്ക് പുള്ളോർ സംസാരം ക്രിയേറ്റ് ചെയ്തിട്ട് ആളുടെ പേര് സാർ പുള്ളോർ എന്ന് പറയുമ്പോ സാർ ഇങ്ങനെ നിർത്തൂല്ലേ സാറേ? അടുത്ത് വന്ന് വണ്ടി ഒതുക്കെന്ന് പറഞ്ഞപ്പോഴേ ഞങ്ങള് വണ്ടി ഒതുക്കിയില്ലേ? സത്യം പറഞ്ഞ സാറേ സാറേ ഞാൻ ഒരു കാര്യം പറയാം സാറേ, സത്യം പറഞ്ഞ നമ്മള് കുറച്ച് കൊച്ചു കാര്യങ്ങളൊക്കെ സംസാരിച്ച് നമ്മളിങ്ങനെ പോവായിരുന്നു സാറേ. പുഴുക്കത്തേ ഉള്ളു. പറയാം പറ, ഇതെങ്ങനെയായിരിക്കും വണ്ടി പുള്ളവർ ഇവിടെ കെട്ടി പുള്ളവർ അതെങ്ങനെയായിരിക്കും പറ്റും? സാറേ ഇതിപ്പോ ഞാൻ പറഞ്ഞില്ല, വരണ വഴിക്ക് ഒരു ട്രക്ക് ഇടിച്ചതാ സാറേ. ട്രക്ക് ഇടിച്ചപ്പോ ഇങ്ങനെ നമ്മളിപ്പോ എന്ത് ചെയ്യാനാണ്? സാറിന്റെ പുള്ളോവർ നമ്മള് കണ്ടില്ല, പുള്ളോവർ നമുക്ക് വന്നില്ല. പുള്ളോവർ വന്നതിന് പേടി റിപ്പോർട്ട് ചെയ്യാത്ത നമുക്ക് എന്തിനു, നമുക്ക് വലിയ പ്രശ്നമൊന്നും പറ്റിയില്ല സാറേ. പുള്ളിക്കാരന് ട്രക്ക് ഓടിക്കണ ആളാ സാറേ. സാറേ പുള്ളി ഒരു ട്രക്ക് ഓടിക്കണ ആളാ. പുള്ളിന്റെ അധികം പൈസ ഒന്നും ഇല്ല. ട്രക്ക് ഓടിക്കണ ആളുടെ പൈസ ഒന്നും ഇല്ല സാറേ. പിന്നെ നമുക്കൊന്നും പറ്റാത്തതുകൊണ്ട് നമ്മള് പൈസ ഒന്നും മേടിച്ചില്ല. പിന്നെ അല്ല അത് കഴിഞ്ഞിട്ട് സാർ വണ്ടി അലോ ചെയ്യാൻ പറ്റില്ല ആക്ച്വലി. ഹലോ സാറേ, സാർ അത് കഴിഞ്ഞിട്ട് വണ്ടി എങ്ങനെ ഏത് രീതി കൂടെ റോഡിൽ കൂടെ ഓടിച്ചത്? സാറേ കൈകൊണ്ട് ഏത് രീതി കൂടെ? റോങ് സൈഡാണല്ലോ വണ്ടി പോയത്. അപ്പം അല്ല സംസാരമൊന്നുമില്ല, പുള്ളിയുടെ ഫൈനൽ രീതിയിൽ കൊടുക്കുക. തന്നോ. പുള്ളി എന്താ പറയുന്നത്? വണ്ടി ഇൻബോണ്ട് ചെയ്യാൻ പറ്റത്തില്ലെന്നാണോ? ഞാൻ ഒന്നും പറഞ്ഞില്ലല്ലോ, നിങ്ങൾ എന്താന്ന് വെച്ചാ ചെയ്തോ, കുഴപ്പമില്ല. അല്ല റെസ്ട്രിക്റ്റ് മാത്രമായിട്ട് കൊടുത്തു. വേണമെങ്കിൽ വണ്ടി തരാം, പക്ഷെ നിങ്ങളുടെ ഔദാര്യം ഒന്നും വേണ്ട, നിങ്ങൾ എടുത്തോ. എനിക്കിപ്പോ എന്താ ഔദാര്യം വേണ്ട. ഓക്കെ സാർ, അപ്പൊ ഇൻബോണ്ട് ചെയ്തേക്കോട്ടെ. എടുത്തേതോ. അല്ലടാ ഫൈൻ കേട്ടോ. വേണ്ടേന്ന് സാറേ? ഫൈൻ എടുക്ക് തരൂ സാറേ. നിങ്ങൾക്ക് എന്റെ ഫൈൻ കൊണ്ട് നിങ്ങൾക്ക് ജീവിക്കണ്ടേ? അല്ല ഇല്ല സാറ് എടുത്തോ. ഇല്ല മാസ് 2 ദിവസം മുമ്പുണ്ടായി. ചിലപ്പോ ഇതും കൈയും കാണും. അതെ മാസം ഉണ്ടായി. ഗ്യാങ്സി കയറിയത് അത്ര ഓർമ്മയുള്ളൂ. പുറകിലുള്ള സാറിന് കഥയാണല്ലോ. ജയിലുണ്ടായി. ജയിലും എങ്കിൽ ജയിലെന്താ സാറേ? പുള്ളിക്ക് ജയിലും വേണമെന്നാ പുള്ളി പറയുന്നത്. അല്ല ഉണ്ട് അല്ല പുള്ളി സാർ ഒന്ന് വണ്ടിയിലേക്ക് കയറോ? ഞാൻ വന്നാ മതിയോ സാറേ? വണ്ടി കയറി പറയണം. ഞാൻ 6183 അല്ല ഞാൻ വന്നേക്കാം സാറേ. ഞാൻ ഇപ്പൊ ഇവളെ കൊണ്ടേ ആക്കിയിട്ട് ഞാൻ അങ്ങോട്ടേക്ക് വരാം സാറേ. അത് പറ്റത്തില്ല. അല്ല നിങ്ങൾ പറയും, ഞാനിപ്പോ എന്താ ചെയ്യണ്ടേ? നിങ്ങൾക്ക് കൂടെ വന്നെങ്കിൽ അപ്പൊ ഈ കുട്ടീനെ എന്തെയും അല്ല അപ്പൊ ഈ കുട്ടീനെ എന്തെയും ഗ്യാരേജിലോട്ടാക്കാൻ. വണ്ടിയിൽ 4 പേർക്കല്ലേ പോകാൻ പറ്റത്തുള്ളൂ.
ക്യാരി ചെയ്യാൻ പറ്റത്തില്ലേ? ക്യാരി ചെയ്യാനോ? ക്യാരി ചെയ്ത് വണ്ടി ഓടിക്കണത് ശരിയാണോ സാറേ? നിങ്ങൾ ശരിയാണോ സാറേ? 8163 ഇവിടെ ജസ്റ്റ് സംസാരിക്കുക. ഇങ്ങോട്ടാ? ആ ഇങ്ങോട്ടാ. സാറേ വണ്ടി ജസ്റ്റ് കാരണം ക്യാരി എടുത്തിട്ട്. ക്യാരി എടുത്തോ? നിങ്ങൾ അറിയാൻ ആളല്ലേ? അല്ല സാറേ ക്യാരി എടുക്കണത് ശരിയല്ലല്ലോ. ചിലപ്പോ വണ്ടിക്ക് പോകുന്ന ടൈമില് കുഴപ്പമില്ല സാറേ, കുഴപ്പമില്ല. വണ്ടി ഒരു വണ്ടിയും കൂടി നിങ്ങൾ കൊണ്ടുവരുമോ? എന്ത്? അല്ല ഒരു വണ്ടിയും കൂടി അങ്ങനെയാണ് നമുക്ക് ഒരുമിച്ച് പോയിരുന്നു. ഒരു വണ്ടി ഒരു സാറ് വരുമോ ഉറപ്പാണോ? ഞാൻ ഇല്ലടാ. അതെ സ്ക്രാച്ച് ആൻഡ് വിന്നി കയറിയവരാടാ. സ്ക്രാച്ച് സ്ക്രാച്ച് ആൻഡ് വിന്നി കയറിയവരാടാ. സ്ക്രാച്ച് ആൻഡ് വിന്നി കയറിയവരാടാ പീരിയില്. പറഞ്ഞിട്ട് തരില്ല അളിയാ, മൊണ്ണകളളിയാ. അല്ലെ ഈ ഇടക്ക് കുറച്ച് ബോട്ടുകൾ കുറച്ച് എന്താണ് സാറേ? ആ സാറേ അല്ല ആയിരിക്കും സാറേ. സാറേ ഇറങ്ങാൻ പറ. ഇവരൊക്കെയാണ് പറയാതെ റൂളൊക്കെ ഉണ്ട്. നീ പറയുന്ന കേക്ക് നാളെ നിനക്ക് തന്നെ ഭവിഷ്യത്ത് വരും. അതുകൊണ്ടാ പറയുന്നത്, പറയുന്ന കേക്ക് ഒന്ന്. ഹലോ ചന്ദ്ര, ഞാൻ വന്നു. ഞാനേ കപ്പാണ് ഓടി ഏടാ. ഇല്ലടാ പറഞ്ഞല്ലടാ കൊല്ലല്ലെന്ന്. ഫയർ സംസാരിക്കല്ലടാ ഒന്ന്. ഫയറിങ് നിർത്താൻ പറഞ്ഞല്ലോ. ചന്ദ്ര ഞാനും ദർശനയും കൂടി വണ്ടിയിൽ പോവായിരുന്നു. അപ്പൊ എന്റെ ബാക്കിൽ വന്നിട്ട് നേരെ വന്നിട്ട് എന്റെ പുൾ ഓവർ വന്നു. ഞാൻ കുറച്ച് അങ്ങോട്ട് പോയപ്പോ ഞാൻ ഫസ്റ്റ് എനിക്ക് പുൾ ഓവർ ഒന്നും കണ്ടില്ല. പുൾ ഓവർ ഇട്ടെന്നാ പറഞ്ഞത്, ഞാൻ കണ്ടില്ല. അപ്പൊ ഇവര് പുൾ ഓവർ ഇട്ടപ്പോ ഞാൻ വണ്ടി നിർത്തി. അപ്പൊ എന്റെ അടുത്ത് വെച്ച് നിനക്ക് പുൾ ഓവർ കണ്ടതിനാ നിർത്താൻ. ഞാൻ പറഞ്ഞു കണ്ടില്ല, ഞാൻ ഇപ്പഴാ കണ്ടത്, ഞാൻ നിർത്തിയില്ലെന്ന് വെച്ച്. അപ്പൊ നിർത്തി. അപ്പൊ റാഷ് ഡ്രൈവിങ്ങിന് ഫൈൻ ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ ഓക്കെ ഫൈൻ അടച്ചോ കുഴപ്പമില്ലാന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞ് ഫൈൻ മാത്രമല്ല വണ്ടിയും പോകണ്ടേന്ന്. ഓക്കെ എന്ന് പറഞ്ഞു. അല്ലെങ്കിൽ വേണ്ട വണ്ടി. ഞാൻ പറഞ്ഞു ഇല്ല സാറേ, സാറിന്റെ ഇങ്ങനെ ഔദാര്യം വേണ്ട, സാറ് ഇമ്പോർട്ട് ചെയ്യണേ ചെയ്തോന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞ് ഓ മാസമായിരിക്കും അല്ലേ, അവൻ പറഞ്ഞു മാസം ഒന്നുമല്ല സാറേ പറഞ്ഞതാന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞ് ഓക്കെ ഇമ്പോർട്ട് ചെയ്യുവാന്ന് പറഞ്ഞപ്പോ പറഞ്ഞ് ഇല്ല റാഷ് ഡ്രൈവിങ്ങിന് ഇതും കൂടി ഉണ്ടെന്ന് പറഞ്ഞു, ജയിലും കൂടി ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ജയിലിൽ വിട്ടോ എന്ന് പറഞ്ഞു. അപ്പൊ ജയിലിൽ വിട്ടോന്ന് പറഞ്ഞപ്പോ പറഞ്ഞു വണ്ടി കയറാൻ പറഞ്ഞു. എന്നുവെച്ചാൽ ഇവന്മാര് വെറുതെ വന്നിട്ട് എന്നെ ഇതാക്കി ചൊറഞ്ഞോണ്ടിരിക്കണം. നമ്മള് നേരെ സംസാരിച്ചോണ്ടിരിക്കുമ്പോ ഇവന്മാർക്ക് എന്താ പറയുക, എന്നെ ജയിലിൽ വിടണം, ഫൈൻ തന്നിടണം, വണ്ടി ഇമ്പോർട്ട് ചെയ്യണം. ഞാൻ പറഞ്ഞു വണ്ടി ഇമ്പോർട്ട് ചെയ്തോ ഫൈൻ തന്നോന്ന് പറഞ്ഞു. കുഴപ്പമില്ലാന്ന് പറഞ്ഞു. അപ്പൊ ജയിലിൽ വിടണം എന്ന് പറഞ്ഞു. ജയിലിൽ വിടണം എന്ന് പറഞ്ഞപ്പോ വണ്ടി കയറാൻ പറഞ്ഞു. എന്റെ കൂടെ മറ്റേ ദർശനം ഉണ്ടായി. ഞാൻ പറഞ്ഞു വണ്ടി കയറാം, അവളെ കൊണ്ടേ ആക്കിയിട്ട് ഞാൻ വണ്ടി കയറാന്ന് പറഞ്ഞു. അപ്പൊ പീഡിയിലോട്ട് വന്നാൽ മതി പറഞ്ഞു. അപ്പൊ പീഡി വന്നിട്ട് അവരായിട്ട് സംസാരിക്കണ ഇടയിൽ ജുഗുറുവിന്റെ തന്തയ്ക്ക് എന്തോ വിളിച്ചു. അങ്ങനെ അത് സിറ്റുവേഷൻ ആയി. ഇപ്പൊ ഇവിടെ എങ്ങനെയാ വന്ന? ഇവിടെ എന്തായി സംസാരം? ഇവിടെ ഇപ്പൊ എന്താ ഉണ്ടായി? എനിക്ക് മനസ്സിലായില്ല. അത് സാർ അവിടെ നിൽക്കുവായിരുന്നില്ലേ? ഇവിടെ സിറ്റുവേഷൻ ട്രിഗറായി. എന്നിട്ട് അത് കഴിഞ്ഞ് ഇവര് പീഡി പുറത്തിറങ്ങുന്നില്ലായിരുന്നു. ദൈവത്തിനെ വിളിച്ചു പറഞ്ഞ് അവസാനം ദൈവം പോയി അങ്ങോട്ട് പറഞ്ഞു. എന്നിട്ട് അവര് പുറത്തിറങ്ങിയില്ല. ദൈവം പുറത്തിറങ്ങാൻ പറഞ്ഞു. കുറച്ച് കഴിഞ്ഞ് പീഡിയുടെ ഫ്രണ്ടി വന്ന് എല്ലാരും കൂടെ. അതെ ഞാൻ പറഞ്ഞു സംഭവം ഇത്രേ ഉള്ളൂ. ക്ലിയർ കട്ടായിട്ട് പറയാം. യുവമാരടുത്ത് ദൈവം വന്ന് പറഞ്ഞിട്ട് യുവമാര് 2 മണി വരെ വെയിറ്റ് ചെയ്ത് അകത്ത് കയറിയിരുന്നു. എന്നിട്ട് നമ്മളെ മറ്റേ രീതിയിൽ മനസ്സിലായ മറ്റേ നമ്മളെ മറ്റേ പുറത്ത് മറ്റേ കോടതിയുടെ മുന്നിൽ മാന്യത കളിക്കാൻ വേണ്ടിട്ട് യുവമാരിന്റെ അകത്ത് കയറിയിട്ട് നമ്മൾ കൊല്ലാൻ വേണ്ടിട്ട് നിന്ന് തന്നിട്ട് അമ്മയുടെ കോണ. അതാണ് ഇവിടെ നടന്നത്. എന്നിട്ട് ഗണ്ണേമി ചെയ്തിട്ട് ഫിയർ ഇല്ല ചന്ദ്ര, അതുകൊണ്ടാണ് ഇപ്പൊ കൊന്നത്. അതാണ് ഇത് കണ്ട ഗണ്ണേമി ഹലോ നിക്കറ സാറേ, ഇയാളൊന്ന് അൺകഫ് ചെയ്ത് സാറേ. ഓൾറെഡി നമ്മൾ പറഞ്ഞല്ലോ ഇത്ര ഒരു കണ്ണയും ചെയ്യില്ല സാറേ. അൺകഫ് ചെയ്ത് സാറേ. സാറ് റേഡിയോ കോൾ കൊടുക്കാൻ പറ്റില്ല. സാറേ അൺകഫ് ചെയ്ത് സാറേ അതെ അൺകഫ് ചെയ്യാം സാറേ. അതെ ഈ കണ്ണ് വെക്കുമ്പോ അത് പോയതാണ്. ഞാൻ റേഡിയോ മനസ്സിലായി കുഴപ്പമില്ല.
അത്രേ ഉള്ളൂ. സാറിന്റെ പേരെന്താ? എന്റെ പേര് സാറേ. ഇല്ല സാറേ, സാർ ഞാൻ കാര്യം ചോദിക്കട്ടെ, നിങ്ങളുടെ ഹയർ ഓഫീസ് ഇപ്പൊ ഇൻചാർജ് ആരാ? ഇപ്പൊ കറന്റ് ഇപ്പം ഹയർ ഓഫീസറായിട്ട് ഞാൻ ഓഫീസറാണ്. എന്താ സാർ എല്ലാരും സിറ്റിയിൽ വണ്ടി ഓടിക്കുന്ന എല്ലാവരുടെയും നിങ്ങൾ എങ്ങനെ ഫൈനും കഫും ജയിലും കൊടുക്കാറൊക്കെ ഉണ്ട്? സാർ വണ്ടിയുടെ എനിക്ക് സീരിയസ്ലി പറഞ്ഞ കാര്യം എന്താണെന്ന് അറിയത്തില്ല. ഞാൻ ഇപ്പൊ ഇവിടെ ഇങ്ങനെ വണ്ടി ഇങ്ങനെ കിടക്കുന്നുണ്ട് പുറത്ത് വന്നിട്ട് സാറേ. ഓക്കെ സാർ, ഞങ്ങൾക്ക് അപ്പൊ സാറിന്റെ അടുത്ത് ഇപ്പൊ സംസാരിച്ച് നമുക്കറിയാം സാർ ഈ സിറ്റുവേഷനിൽ ഉള്ള ആരെങ്കിലും ഉണ്ടോ ഇപ്പൊ സംസാരിക്കാനായിട്ട്? ആ സ്നൈപ്പർ മറ്റേ നീലൻ അങ്ങനെ എന്തോ ഒരു സാറൊക്കെ ഉണ്ടായില്ലേ, ഒന്ന് വിളിക്കോ. നീലൻ സാറുണ്ടോ ഡ്യൂട്ടിയിലെ? ഫിലിക്സ് സാറേ, നീലൻ സാറേ ചെയ്യുന്നുണ്ടോ സാറേ? ഞാൻ സിറ്റി വന്നത് കുഴപ്പമില്ല, നാളെ സിറ്റിക്കകത്ത് വന്നേ. ഞാൻ പുറത്ത് വന്നപ്പോഴത്തേക്ക് എനിക്ക് കുറച്ചൊരു കിണ്ണയും ചെയ്ത് ഒരാളെ വിളിച്ചു സാറേ. അതിലുണ്ടോ താഴെ പറഞ്ഞേ, അതിലുണ്ടോ സിറ്റി വന്നത് ദൈവം സാറേ? എന്നെ കിണ്ണയും ചെയ്തു സാറേ, എന്നെ കിണ്ണയും ചെയ്തു. ഞാൻ എന്ത് ചെയ്യാനാ? ഓ അവര് പറഞ്ഞ കപ്പ് സാറേ അവരെ വിളിക്ക്, സംസാരിക്കാനെന്ന് പറ. ആ സിറ്റുവേഷൻ ഉണ്ടായത് ഇതാണോ ഞാൻ പറയട്ടെ? എന്റെ അമ്പത്തോ സാറേ, സാറേ ഒരു സെക്കൻഡ്, സാർ സിറ്റുവേഷനിലുള്ളതാണ്. ഈ സിറ്റുവേഷനിൽ സാർ ഉണ്ടായിരുന്നാണ്? ഈ സിറ്റുവേഷൻ ലൈക്ക് എനിക്ക് അറിയത്തില്ല. ഞാൻ അപ്പൊ സാറ് സത്യം പറഞ്ഞാൽ നിങ്ങളുടെ അടുത്തും ആ സാറിന്റെ അടുത്തും ഞങ്ങൾക്ക് ഒരു സീനും ഇല്ല. നിങ്ങളുടെ അടുത്ത് ഇപ്പൊ സംസാരിച്ചാലും നിങ്ങൾക്ക് മനസ്സിലാകുമ്പോൾ ഈ സിറ്റുവേഷൻ എന്താന്ന്. ഈ സിറ്റുവേഷനിലുള്ള ആൾക്കാരുടെ അടുത്ത് സംസാരിച്ചാലേ നമുക്ക് കറക്റ്റ് ആയിട്ട് അത് മര്യാദയ്ക്ക് പോകത്തുള്ളൂ, മനസ്സിലായില്ലേ? കാരണം നിങ്ങൾ സംസാരിക്കാൻ പറഞ്ഞോണ്ടൊരു കാര്യമില്ല. കാരണം അവര് ആണ് അത്രയും റോങ് ആയി. സിറ്റിയിൽ കൂടി ഓടുന്ന എല്ലാ വണ്ടിക്കും അവര് ഇതുപോലെ ചെയ്യാറുണ്ടോ സാറേ? ഫൈനും ജയിലും ഒക്കെ കൊടുക്കാറുണ്ടോ? സംഭവമാണ് സാറേ. ഈ മുതുക്കിലിറങ്ങിയ ഒരു 100 വണ്ടി റാഷ് ഡ്രൈവ് ഉണ്ടാവും സാറേ. എല്ലാരും അതിന്റെ പുറകെ പോകുന്നുണ്ടാ? അല്ല സാറേ പൊക്കോട്ടെ കുഴപ്പമില്ല. ഇപ്പൊ ഈ സിറ്റുവേഷൻ ഇത്രയും വൾഗർ ആകുമ്പോഴത്തേക്കും നിങ്ങളെ ഇത് ലൈക്ക് ഒരു ഹയർ ഓഫീസർ ഇവിടെ ഇല്ലെങ്കിൽ ഇത് എങ്ങനെ ഡീൽ ചെയ്യണം നിങ്ങള്? അല്ല ഹയർ ഓഫീസർ ഉണ്ട്, പിന്നെ എങ്ങനെ സാറേ സിറ്റുവേഷൻ ഇത്ര ഇതായത്? അല്ല ഭരത് സാറിന്റെ കാര്യം ഞാൻ പറയണേ. അതായത് ഇപ്പം ഈ സിറ്റുവേഷൻ ഇങ്ങനെ വൾഗറ ഒരാളെങ്കിലും സംസാരിക്കാൻ വരണ്ടേ സാറേ? ഇവനിപ്പോ എന്തിനാ? അല്ല ലൈക്ക് സംസാരിക്കാൻ വന്നപ്പോഴാണ് ഇഷ്യൂസ് ആയത്. അപ്പൊ അങ്ങനെയാണ് പറഞ്ഞിട്ടാണ് അത്തേറി പോയത്, മനസ്സിലായില്ലേ? അപ്പോഴാണ് വന്നിട്ട് ഇറങ്ങാൻ പറഞ്ഞത്. ദൈവം വന്നിട്ട് അപ്പോഴാണ് നമ്മൾ ഇറങ്ങി, മനസ്സിലായോ? ചന്ദ്ര അതിന് മുന്നേ ഇവന്മാര് തന്തയ്ക്ക് വിളിച്ച് തെറിയും വിളിച്ചിട്ട് അല്ല ഞാൻ പറയാം, ഞാൻ പറഞ്ഞുതരാം. നമ്മളെ സൈഡിൽ നിന്ന് തന്തയ്ക്ക് വിളിച്ചെന്ന് പറയുന്നുണ്ട്, അത് ഞാൻ അറിഞ്ഞൂടാ. പക്ഷെ വന്നപ്പം നിങ്ങളെ സൈഡിൽ നിന്ന് തന്തയ്ക്ക് വിളിച്ച എന്നെയാണ്. എന്നിട്ട് ഞാൻ ലൈക്ക് ഓക്കെ വിളിച്ചോ ഇല്ലെന്ന് എനിക്ക് അറിയത്തില്ല. ജുഗുറു പറഞ്ഞ തന്തയ്ക്ക് വിളിച്ചെന്ന് ജുഗുറിനെ സംസാരിച്ച കാര്യമാണ്. ജുഗുറു തിരിച്ചു വിളിച്ചിട്ടുണ്ട്. തിരിച്ചു വിളിച്ചത് എന്നെയാണ്. അവന്നിട്ടിപ്പോ വീഡിയോ ചെയ്യാൻ ശ്രമിച്ച് ഹെലികോപ്റ്റർ അത് കണ്ട ചന്ദ്രൻ നമ്മളെ കൊല്ലാൻ ശ്രമിച്ച് വീഡിയോ ചൂട് ഒരാൾ ചത്ത്. അവനാ സിറ്റുവേഷൻ പുള്ളിക്കാരന്റെ സിറ്റുവേഷൻ ഉണ്ടായത്. ചന്ദ്ര ഞാൻ നിങ്ങളുടെ അടുത്തൊരു കാര്യം പറയാം. ലൈക്ക് ഇതിപ്പോ എത്ര സിറ്റുവേഷൻ അലമ്പായാലും അവരെ വേറെ രീതിയിൽ അതായത് മനസ്സിലായി അലമ്പാണെങ്കിലും എടാ പോടാ അങ്ങനത്തെ രീതിയിലൊന്നും സംസാരാവല്ലേ. എപ്പോഴും അത് പീഡിയാണെങ്കിൽ ആ രീതിയിൽ സംസാരിച്ചാൽ മതി. എങ്ങനെ ഞാൻ മാന്യമായിട്ട് വന്നു ചന്ദ്ര. ഞാൻ പറഞ്ഞു സാറെ സിറ്റുവേഷൻ എന്താന്ന് പറയാൻ പറഞ്ഞു. അവൻ ഹയർ ഓഫീസർ ഉണ്ടെന്ന് പറയുമ്പോ തൽക്കാലം ഞാനാ ഇവിടുത്തെ ഹയർ ഓഫീസർ. ഒരുമാതിരി അവന്റെ ഷോ ഒരുമാതിരി പട്ടി ഷോയിൽ എന്റെ അടുത്ത് സംസാരിച്ച. അപ്പോഴാണ് ഞാനും പറഞ്ഞത് സാറേ ഇവിടെ വേറെ അല്ലെ ബുദ്ധിയുള്ള ഓഫീസർ ഉണ്ടെന്ന് പറഞ്ഞപ്പോ ഇവിടെ ബുദ്ധി ഉണ്ടെന്നില്ല നീയാണ് തീരുമാനിക്കുന്നത്. അവൻ കൊണ തുടങ്ങി. പിന്നെ ഞാൻ എന്തിനു റെസ്പെക്ട് ചെയ്യണം? ഞാൻ ആദ്യമായിട്ട് മാന്യമായിട്ട് വെച്ച് ഇവിടുത്തെ ഹയർ ഓഫീസറാന്ന് പറഞ്ഞപ്പോ അവന്റെ ജാട ഇവിടെ വേറെ ആരും ഇല്ല. എന്താ ഇവിടുത്തെ ഹയർ ഓഫീസറൊക്കെ സാറേ ഞാൻ തന്നെയാണ് ആ മുടിയുള്ളവൻ. അല്ലടാ ഞാൻ ഇപ്പൊ വേറെ കാര്യം ഓക്കെ മനസ്സിലായി. ഈ സിറ്റിയുടെ ഇത് എപ്പോഴും ഉള്ളതല്ലടാ. ഈ സിറ്റുവേഷനിൽ ഉള്ളവര് വന്നിട്ട് ലൈക്ക് നമ്മുടെ സംസാരിക്കാൻ വരത്തില്ല. ഈ സിറ്റുവേഷൻ ഇല്ലാത്തവരെ ഇപ്പൊ അടിച്ചു വിട്ട് നമ്മള് അതുപോലെ ആരെ തന്തയ്ക്ക് വിളിച്ചെന്നൊക്കെ പറഞ്ഞിട്ട്. അല്ല അത് അവന്മാരെ വിളിച്ചത്. അവന്മാരെ കൂട്ടത്തിൽ നിന്ന് വിളിച്ചപ്പോ
അവനങ്ങ് പോയി ചീത്ത വിളിച്ചിട്ട് അവൻ മറ്റേ ഓടാൻ ശ്രമിച്ചു, മനസ്സിലായി? ചന്ദ്രൻ ഇപ്പൊ നമ്മ സംസാരിക്കാൻ വിളിച്ചപ്പോ അവൻ വരാത്തണ്ട മറ്റേ ആ നീല എന്ന് പറയുന്ന പുള്ളിക്കാരെ വരത്തില്ല. ചന്ദ്രൻ അവന്റെ അടുത്തൊന്ന് പോയി സംസാരിച്ചു നോക്ക്, അപ്പൊ ചന്ദ്രന് മനസ്സിലാക്കാം കേസ് എന്താന്ന്. ചന്ദ്രൻ ഒറ്റയ്ക്ക് സംസാരിക്കും, ഞങ്ങൾ വെളിയിക്കാം. പിന്നെ എന്റെ വിളിച്ചു ചന്ദ്രൻ മാത്രം പോട്ടെ, എന്തോ അവൻ എന്തോ കരയുന്നു നോക്കട്ടെ. എനിക്കിവിടെ ബഗ്ഗായിട്ടിരിക്കണം ഉള്ള പന്നി. ഇതിൻ്റെ അകത്ത് കയറാൻ പറ്റുന്നില്ലടാ, ബഗ്ഗാ എനിക്ക്. ഇതിൻ്റെ അകത്ത് കയറുമ്പോഴത്തേക്ക് ഫുള്ള് ട്രാൻസ്പാരന്റ് ആവും. എവിടെ ഉണ്ടോ ആള്? സാറേ ഹലോ സാർ ഒന്ന് പുറത്തോട്ടെ, ഇവിടെ നിൽക്കാൻ എനിക്കൊന്നും കാണാൻ പറ്റുന്നില്ല. പറഞ്ഞു ചന്ദ്ര സാറേ പറഞ്ഞു സാർ ഓഫ് ഡ്യൂട്ടി എടുത്തോ. സാർ ഈ സിറ്റുവേഷനിൽ ഉണ്ടായിരുന്ന സാറോട് സംസാരിക്കാൻ പറ്റുമോ? ഹലോ ഹലോ അവനാണോ തെറി വിളിച്ചത്? ചന്ദ്ര ഇതിന്റെ ഇടയ്ക്ക് നമ്മള് വീടും ചെയ്ത് കൊല്ലാൻ ശ്രമിച്ചോണ്ട് ഹെലികോപ്റ്റർ വെച്ച്. ഞാൻ വന്നപ്പോഴല്ലേ, ഞാൻ കണ്ടായിരുന്നു അവിടെ വെച്ച്. കിഴയല്ലേ സാറേ ചന്ദ്ര സാറേ ഇല്ല കേട്ടോ, നിന്റെ സാറില്ല റേഡിയോയില്. ആ നിക്കുന്ന ആൾ അവനെ വിളിച്ച, അവൻ നീലനല്ലേ? നീലു സാറല്ല അല്ല, അയാളെ വിളിച്ച പുള്ളി വിളിച്ചാലും മതി. അത് ഫെലിക്സ്. ആ സിറ്റുവേഷൻ ഉണ്ടായിരുന്നല്ലോ, വിളി അവനെ. ഫെലിക്സിന് സിറ്റുവേഷൻ ഉണ്ടായിരുന്നോ? ഈ സാറുണ്ടായില്ല? ഇല്ല, അവരില്ലായിരുന്നു. സംസാരിക്കാം. ഇല്ല ഞാൻ ലൈക്ക് അവസാനം ലീവിയടാ. ഇനി ഇന്ന് അലമ്പാകത്തുള്ളൂ, അവന്മാര് വരത്തില്ല. അത് അങ്ങനെ പോകത്തുള്ളൂ. അത് ഇവിടെ, അത് പിന്നീട് പുറത്ത് സംസാരിക്കുക. ഇനി ഇതിന്റെ പേര് ലൂപ്പ് അടിക്കണ്ട, ഇപ്പൊ പുറത്ത് സംസാരിക്കുക. അല്ല, ഇതിപ്പോ ഏതായാലും സിറ്റുവേഷൻ കഴിഞ്ഞ ചന്ദ്രൻ. നാളെ നമുക്ക് ഏതായാലും നാളെ മറ്റേ സാധനം വരും. മനസ്സിലായടാ, അമ്മരുണ്ടെങ്കിൽ വരത്തില്ല. നമുക്കെതിരെ നാളെ സാധനം നാളെ നമുക്കെതിരെ വാറന്റി ചെയ്യും, ഉറപ്പാ. നമ്മളെ കൊന്നില്ലായിരുന്നു 2-3 നേരം. അപ്പൊ സിറ്റുവേഷനായിട്ട് എടുക്കാം. ചന്ദ്ര ഇതങ്ങനല്ല ചന്ദ്ര, ഇതില്ലേ നമുക്ക് ബാൻ മേടിച്ചരാൻ വേണ്ടി ഇവര് ചെയ്തയാ. 2 മണി തൊട്ട് മുമ്പ് ഇവരെല്ലാം പീടിന്ന് ഇറങ്ങി വന്നിട്ട് കൊല്ലണമെങ്കിൽ കൊന്നോന്ന് പറഞ്ഞു. പക്ഷേ ഇല്ല, അത് 2 മണി കഴിഞ്ഞാലും സീന അത് ക്ലിയർ ചെയ്യണമെന്നെന്തോ ആണ്, മനസ്സിലായാ? അതാ അമ്മരെല്ലാം ഓപ്ഡേറ്റ് എടുത്ത് ഇനിയിപ്പം പോയി അടിച്ച് ബാന് വാങ്ങിക്കാൻ നിക്കണ്ട. സേഫ് സോണല്ലേ? ദൈവം 1:40-45 ക്യാപ്പിന് പറയാണ് സേഫോണ്ട് വെളി ഇറങ്ങ്, സിറ്റുവേഷൻ ആയ തെറി വിളിച്ചിട്ട് നിങ്ങൾ ആ തെറിയിക്കണമെന്ന് പറയുക. 2 മണി വരെ അതിന്റെ ഇപ്പൊ ഏത് പൊട്ടന്മാർക്കായാലും മനസ്സിലാവില്ലേ പുറത്തിരുന്ന് കരയാൻ വേണ്ടിട്ട്.